അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിന്ന് മറഞ്ഞ ശരൺ കൃഷ്ണയുടെ ആഗ്രഹം നിറവേറ്റി അമ്മയും സുഹൃത്തുക്കളും. മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി ശരൺ കൃഷ്ണ തുടങ്ങിവെച്ച ഷോർട്ട് ഫിലിം പൂർത്തിയാക്കി സുഹൃത്തുക്കൾ വെള്ളിത്തിരയിലെത്തിച്ചു. 2024 നവംബറിലാണ് തൃശൂരിലുണ്ടായ അപകടത്തിൽ ശരൺ മരിച്ചത്. ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന്റെ പാതിവഴിയിലായിരുന്നു ശരൺ. 23 വയസ്സിനുള്ളിൽ നിരവധി ഷോർട്ട് ഫിലിമുകൾ. ആഞ്ചലിക്ക ഗ്ലോക്ക എന്ന ഷോർട്ട് ഫിലിം തുടങ്ങിവച്ചു. മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ തൃശൂരിൽ വച്ചുണ്ടായ അപകടം ശരൺ എന്ന വലിയ കലാകാരന്റെ ജീവൻ കവർന്നു. മകന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ അമ്മ സോണിയ മുന്നിൽ നിന്നു. ഒപ്പം സുഹൃത്തുക്കളും. ഷോർട്ട് ഫിലിം പൂർത്തിയാക്കി. ശരണിന്റെ വലിയ ആഗ്രഹം പോലെ നടൻ പൃഥ്വിരാജാണ് ആഞ്ചലിക്ക ഗ്ലോക്ക പ്രകാശനം ചെയ്തത്. നവംബർ 12 അവൻ പോകുന്നത്. ആ സമയത്ത് ആഞ്ചലിക്ക ഗ്ലോക്ക എന്നുള്ള ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൻ്റെ അഭാവത്തിൽ ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിച്ചു. മണ്ണൂരിലെ ചിത്ര തിയേറ്ററിൽ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു. വലിയ സ്ക്രീനിൽ അവന്റെ പേര് തെളിഞ്ഞു. നിറമിഴികളോടെ സുഹൃത്തുക്കൾ. ശരൺ എന്ന് പറയുന്നത് എൻ്റെ അനിയനാണ്. സുഹൃത്തിൻ്റെ അപ്പുറം ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളതാണ്. അവ ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിപ്പം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കണം. അവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഫീസിബിൾ അല്ല ആ ഒരു കാര്യം ചെയ്തെടുക്കുക. രാജുവേട്ടൻ ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് അവൻ കൂടെ ഇല്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ശരൺ ഇതെല്ലാം കാണുന്നുണ്ടാകും. ഭൂമിയിൽ ബാക്കി വെച്ചുപോയ കല തീർച്ചയായും അവന്റെ അടയാളപ്പെടുത്തലാകും. 24 മലപ്പുറം.